ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ടൊരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇത് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ തന്നെ അത് ബർഡൻ ആണ് വന്നിരിക്കുന്നത്. കാർഡ്സ് എടുക്കുക. എക്സ്പീരിയൻസിങ് ദ മിസ്സർ. moment to moment. Courage. ഓട്ടം വന്നിരിക്കുന്നത് മിസ്സറാണ്. നമുക്ക് നോക്കാവേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ബർഡൻ ആണ്. ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളിൽ ഒരുപാട് പേരും നിങ്ങളുടെ കാര്യം മാത്രമല്ല, നിങ്ങളുടേതായ ചുമതലകളിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ സ്വയം വഹിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇത് സ്വയം വഹിച്ച് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെയും നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കൂടി കേൾക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തന്നെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഒരുപാടാണ്. അതിനിടയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ദുഃഖം പറയുമ്പോൾ നിങ്ങൾ അതുകൂടി ഏറ്റെടുക്കാൻ ശ്രമിക്കുക. മനസ്സിലായി? സ്വന്തം പ്രശ്നങ്ങൾ കൂടാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൂടി ഏറ്റെടുത്തിട്ട് നടുവടിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളിൽ പലരുടെയും എന്നാണ് നമുക്ക് ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങൾ ഒരുപാട് പേരും വഹിക്കുന്നു എന്നുള്ളതാണ്. കുടുംബഭാരം മുഴുവൻ നിങ്ങളുടെ തലയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം വേണം, മറ്റുള്ളവരുടെ ആദരവ് വേണം. അല്ലെങ്കിൽ സ്നേഹമെങ്കിലും കുറഞ്ഞ പക്ഷം വേണം, നിങ്ങളെ ഒന്ന് അംഗീകരിക്കണം, തീർച്ചയായിട്ടും നല്ല വാക്കുകൾ കേൾക്കണം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളാണ്. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്, അത് കൊതിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ എന്തെങ്കിലും എന്നെക്കുറിച്ച് ഒരു നല്ലത് പറയണം എന്ന്, അല്ലെ? പക്ഷെ എന്ത് ചെയ്താലും ഒരു നന്മ ആരിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് കിട്ടുന്നുമില്ല. അത്തരം ഒരു സാഹചര്യമാണ് പലരുടെയും എന്ന് കാണുന്നുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, പലരുടെയും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് കഷ്ടം തോന്നും. ബാക്കി ആരെങ്കിലും കൂടെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് കഷ്ടം തോന്നി അവരെ കൂടെ സഹായിക്കാൻ പോയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടതയിലാവുന്ന എനർജിയിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ യൂണിവേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടേതായ കാര്യങ്ങൾ ഭംഗിയായി കൃത്യസമയത്തിലും അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടെ ഏറ്റെടുക്കാൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യവും അവതാളത്തിലാവും, അവരുടെ കാര്യവും അങ്ങനെയാവും. അതും തീർക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ആദ്യം നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങളുടെ വശമൊന്ന് സേഫ് ആക്കി വെക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാൻ പോവണ്ട. മനസ്സിലായി? അത് പിന്നെ നിങ്ങൾ വളരെ വലിയ സഹായമൊക്കെ ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ടും നിങ്ങളുടെ ശാരീരികമായിട്ടും ഒക്കെ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ട് അവരുടെ വായിൽ നിന്ന് പിന്നീട് എന്താണ് കേൾക്കുന്നത്? ഒരിക്കലും നിങ്ങൾ കണ്ടിട്ട് പോലുമില്ലാത്ത എനർജിയാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അല്ലെ? ഒരു നന്മയും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊട്ട് ലഭിക്കുകയുമില്ല. ഒരു നല്ല വാക്കും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുകയില്ല. അത് ലഭിക്കുകയില്ല എന്ന് മാത്രവുമല്ല, നിങ്ങളെ ഏത് വിധത്തിൽ നിങ്ങളെ ഒന്ന് അധപ്പതിക്കാവോ, അതുപോലെ തന്നെ എന്താണ്, നിങ്ങളെ ഒന്ന് മോശക്കാരനാക്കി അല്ലെങ്കിൽ മോശക്കാരിയാക്കി ചിത്രീകരിക്കാമോ, അതുപോലും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്.
മനസ്സിലായി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാൻ പോവുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ മറ്റുള്ളവർ ചോദിക്കും, നിങ്ങൾക്കതിവിടെ യെസ് ഓർ നോ പറഞ്ഞ് നിങ്ങൾക്ക് പിൻവലിയാവുന്നതാണ്. അല്ലാതെ അതിലേക്ക് കൂടി കൊണ്ടുവന്ന് തലയിട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ള, അത് നിങ്ങളുടെ ഭാഗം നിങ്ങൾ സേഫ് ആക്കി വെക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് എക്സ്പീരിയൻസിങ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ നിങ്ങൾ നല്ല ഒരു കാര്യത്തിലേക്കാണ് മുന്നോട്ട് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ട് അതിലാണ് നിങ്ങൾ ഇപ്പോൾ സന്തോഷിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ കഴിയുന്നത്. ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് വളരെ നല്ല ചില അനുഭവങ്ങളായിരിക്കും. ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതിൽ നിന്നും വളരെ നല്ല ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങളിവിടെ കടക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ അടുത്തതായിട്ട് മിസ്സറാണ് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരുപാട് കാര്യങ്ങളിൽ ഒത്തിരി സാമ്പത്തികം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആർക്കും ഒന്നും കൊടുക്കാതെ നിങ്ങൾ ഇവിടെ എല്ലാം സ്വരുക്കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിശുക്കത്തരം ഏത് കാര്യത്തിലും നല്ലതല്ല. മനസ്സിലായോ? നമ്മൾ ഉദാരമായിട്ട് സംഭാവന ചെയ്യുക എന്നുള്ളതല്ലേ പറയുന്നത്. ഉദാരമായില്ല എങ്കിൽ പോലും എങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇത് ആർക്കും ഒന്നും കൊടുക്കാതെ, ചിലരുണ്ട് ആർക്കും ഒന്നും കൊടുക്കാതെ, നമ്മൾ പറയില്ല അർത്ഥ കൈക്ക് ഉപ്പ് പോലും തേക്കില്ല എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു പ്രയോഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആർക്കും ഒരു പ്രയോജനവും ഇല്ലാത്ത ചില ആൾക്കാരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വത്തുക്കളായാലും മറ്റ് എന്തെങ്കിലും കാര്യമായാലും മറ്റുള്ളവർക്ക് കൂടി, അത് ആവശ്യമുള്ളവർക്ക് കൂടി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവസാന കാലത്ത് നിങ്ങളെ ആരും ഒരു സഹായത്തിന് വരാതെയാവും. ഇവിടെ കണ്ടില്ലേ, എല്ലാം ഉണ്ട്, പക്ഷെ ഒരു സഹായത്തിന് ആരെങ്കിലും വരുന്നോ എന്നുള്ള നോട്ടമാണ് ഇവിടെ. എല്ലാം ഉണ്ട്, ഒരുപാട് സ്വത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ അവസാനം ഒരു സഹായത്തിനും ഒരു വ്യക്തി പോലും തിരിഞ്ഞു പോലും നോക്കാത്ത ചില എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരണം. അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മൂമെന്റ് ടു മൂമെന്റ് ആണ്. ഓരോ നിമിഷവും നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, ഇത് പിന്നാട്ടെ എന്ന് അപ്പോൾ ഓരോ നിമിഷത്തിനും വിലയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളത് മനസ്സിലാക്കിയാൽ വളരെയധികം നന്നായിരിക്കും. അതുപോലെ കറേജ് ആണ് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലായ്മയിൽ നിന്നുമാണ് ഇവിടെ ഈ ഒരു ചെടി, പാറപ്പുറത്ത് നിന്നുമാണ് അതിവിടെ വെള്ളം കിട്ടുന്നില്ല, ജലം ലഭിക്കുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, ജലം ലഭിക്കുന്നില്ല, ഒന്നും സാധനങ്ങളൊന്നും കിട്ടുന്നില്ല, വളവും ലഭിക്കുന്നില്ല. എന്നിട്ട് പോലും അതിവിടെ എന്താണ് മെന്റൽ പവർ കൊണ്ട്, എന്നിട്ട് പോലും അത് സ്വയം അത് ഇലകൾ വന്നു, അത് പുഷ്പവും വന്നിരിക്കുന്നു. കണ്ടില്ലേ എന്ന് പറയുന്നത് പോലെ കറേജ് എന്ന് 8 ആണ് നമ്പർ. കറേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊണ്ടുവരേണ്ടതാണ്, നമ്മൾ ഉയർത്തിയെടുക്കേണ്ടതാണ് നമ്മളിലുള്ള പവർ. അത് ദൈവികമായ ഒരു എനർജിയാണ്. അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താണ്, ദൈവത്തിലേക്ക് നമുക്ക് അതുപോലെ ഒരു കണക്ഷൻ ഉണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ ഏതൊരു കാര്യത്തിലൂടെ ആയാലും നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണം. ഇല്ല എങ്കിൽ നമ്മുടെ ഒരു കാര്യവും സാധിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഇല്ലായ്മയിൽ നിന്നുമാണ് പല കാര്യങ്ങളും ഉണ്ടായി വരുന്നത്. അത് ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്, അത് സ്വയം നമ്മൾ ചിന്തിച്ചല്ലെങ്കിൽ നമ്മൾ പ്രയത്നിച്ചിട്ട് നേടേണ്ടതാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പല കാര്യങ്ങളും പ്രയത്നിച്ച് നേടേണ്ടത് അത്യാവശ്യ കാര്യമാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമേ എന്തെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയൂ. ആരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുതരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യത്തിലും നിങ്ങൾ നോക്കിയിരിക്കാൻ പാടില്ല. ആരും നിങ്ങൾക്കൊന്നും കൊണ്ടുതരില്ല. നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം നിങ്ങൾ നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സക്സസ് വരുന്നത്, ഒരു മാധുര്യം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം. ഇനി സക്സസ് ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, കണ്ടില്ലേ, ഈ കറേജ് മെന്റലി പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സക്സസ് ലഭിക്കുമെന്നാണ് കാണുന്നത്.
കണ്ടില്ലേ ഇവിടെ 6 ആണ് നമ്പർ വന്നിരിക്കുന്നത്. അതുപോലെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ബർഡൻ വന്നിരിക്കുന്നത് നമ്മളുടെ 6 ആണ് നമ്പർ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ചില കാര്യങ്ങളിൽ മാറ്റം വരികയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് സഫലമാക്കാൻ സാധിക്കും, സഫലമാകുന്നതാണ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിലൊരു ഭൂരിപക്ഷം ആൾക്കാരും എങ്ങനെയാണോ അവരുടെ അഭിപ്രായം എന്താണോ അതിനോട് യോജിച്ചു പോകുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പക്ഷെ പലരും ഒഴുക്കിന് എതിരായിട്ട് നീന്താൻ നോക്കും, അവിടെ പരാജയം വരും അല്ലെ. ഒഴുക്കിന് എതിരായിട്ട് നീന്താൻ പോകുമ്പോൾ ശക്തമായ അലയടികൾ, അവിടെ എന്താണ് പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത്. അതേ സമയത്ത് ആ ഒഴുക്കിനനുസരിച്ച് പതുക്കെ പതുക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ തന്നെ നിങ്ങൾ ഉൾപ്പെടുന്നു, അവരുടേതായ വാക്കുകൾ കുറച്ച് അംഗീകരിച്ചു കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. പറയുന്ന കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ എങ്കിലും അംഗീകരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എതിർത്ത് തോൽപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മനോഭാവമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ ഒരു ഈഗോയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, മറ്റുള്ള ഒരാൾ പറയുന്ന ഞാനിവിടെ എതിർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശി വൈരാഗ്യം ഒക്കെ വെച്ചിട്ട് ദേഷ്യത്തിലൂടെ ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്വയം നമ്മളുടെ എനർജി ഡൗൺ ആവും. നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. തന്നെയല്ല നിങ്ങൾക്ക് സന്തോഷത്തിനൊരു വക ലഭിക്കത്തുമില്ല, അവിടെ നിന്ന് ശത്രുക്കൾ കൂടുകയുമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് അഭിപ്രായം പറയുമ്പോൾ അത് കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ഒന്നുകിൽ മിണ്ടാതിരിക്കാം, അല്ല എങ്കിൽ അവരോടൊപ്പം ചേരാം. അത് നിങ്ങൾക്ക് സക്സസ് കൊണ്ടുതരുന്നതാണ്. ജീവിത വിജയത്തിന് അത് ഏറ്റവും നല്ലതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്റഗ്രേഷൻ ആണ്. കാരണം ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലയനം നടക്കുകയാണ്. അതായത് ഡിവൈൻ മസ്കുലൈൻ എനർജി ആൻഡ് ഡിവൈൻ ഫെമിനൈൻ എനർജി കൂടിച്ചേരുന്ന ഒരു എനർജിയാണ്. മനസ്സിലായി? അതായത് ദൈവികമായ എനർജീസ് ഒരുപാട് ഇവിടെ കൂടിച്ചേരാൻ പോകുന്നു. ഇവിടെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം ലഭിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇതുവഴി നിങ്ങളിലേക്ക് സമൃദ്ധി ഐശ്വര്യമൊക്കെ വന്നു ചേരുന്ന എനർജിയാണെന്നാണ് കാണുന്നത്. പോസിബിലിറ്റീസ് ആണ്. പല കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് അവസരങ്ങൾ വരാൻ പോകുന്നുണ്ട്, സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. എന്തിന്റെ സാധ്യതകളാണ്? നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകണമോ അതിനനുസരിച്ചുള്ള ചില സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണല്ലോ, സാധ്യതകൾ വേണം, ഓപ്പർച്യൂണിറ്റീസ് വേണം, അവസരങ്ങൾ വേണം, പോസിബിലിറ്റീസ് വേണം. എന്നാലേ സക്സസിലേക്ക് മുന്നോട്ട് അടുക്കാൻ പറ്റുകയുള്ളൂ അല്ലേ. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സാധ്യമായി കിട്ടണമെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമാണ്. അങ്ങനെ ചില പോസിബിലിറ്റീസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എന്ത് പോസിബിലിറ്റീസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നൊന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാവേ. ഇവിടെ ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഈ ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് മുൻപന്തിയിൽ എത്താനുള്ള ഒരു സാധ്യത ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ചില അനുഭവങ്ങൾ, നല്ല ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് മുൻപന്തിയിൽ എത്താനുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ പിന്നിലായി, നിങ്ങൾ അവരുടെ മുന്നിലാകുന്നു. മനസ്സിലായി? നിങ്ങൾ നയിക്കുന്ന വഴിയെ കൂടി അവർ മുന്നോട്ട് വരുന്നു. അപ്പൊ നിങ്ങൾക്കാണ് ഇവിടെ അതോറിറ്റി പവർ. മനസ്സിലായി? അത്രമാത്രം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളുടേതായ വാക്കുകൾ അംഗീകരിക്കുന്നുണ്ട്, അനുസരിച്ച് ജീവിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. കാരണം അത്രമാത്രം പവർഫുൾ ആണ് നിങ്ങളുടെ എനർജി എന്ന് കാണുന്നു.
ഇവിടെ 4 ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട്. പലർക്കും ഇവിടെ എന്താണ് ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വേണ്ടത്, ഞാൻ മുന്നോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താവും എൻ്റെ കാര്യങ്ങൾ, മുന്നോട്ട് ഞാൻ അതിലൂടെ പുറപ്പെടാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പ്രയത്നിച്ചാൽ എന്താവും ഫലം, എനിക്കൊരു സക്സസ് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്കത് ശരിയാകുമോ എന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങൾ ചിലപ്പോൾ ഇതായിരിക്കും ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ 8 ഓഫ് വാൻസിന്റെ എനർജി വളരെയധികം നിങ്ങൾ ആവേശത്തോടുകൂടി നോക്കിയിരിക്കുന്ന എന്തോ കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അത് വളരെയധികം സ്പീഡാണ് ആക്ഷൻ എന്ന് കാണുന്നുണ്ട്. അത്രമാത്രം സ്പീഡിൽ ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതൊരു ദൈവാനുഗ്രഹത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട്. അവയർനെസ് ആണ് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത്. അവയർനെസ് വരുന്നുണ്ട്. ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അഥവാ ആരെങ്കിലും പിരിഞ്ഞിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടിച്ചേരുന്ന എനർജി. അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കാണുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് പണ്ടെങ്ങോ കണ്ടു പരിചയമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള തോന്നലിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട് മുന്നോട്ട് വരുന്നതും ആവാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ആ ഒരു പ്രണയം വീണ്ടെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഈ ഒരു സമയത്ത് അത് വീണ്ടും മുന്നോട്ട് വരുന്നുണ്ട്. വീണ്ടും ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നതായിട്ട് കാണാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ വിവാഹം നടക്കുന്നതോ അല്ലെങ്കിൽ വിവാഹത്തിനുള്ള പ്രപ്പോസലുകൾ വരുന്നതോ ഒക്കെയും ആവാം. ഇവിടെ എന്താണ്, ഒരു ഹീലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചക്രാസിന് ഒക്കെയുള്ള ഒരു ഹീലിംഗ്. ഇപ്പോൾ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് സുഖപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അതിനെ സുഖപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അവയർനെസ് വരുന്നുണ്ട്. നിങ്ങളുടെ പഴയ രൂപത്തിൽ നിന്ന് ഒരു പുതിയ രൂപത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. സോൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുണ്ട്. ആത്മാവ് എന്താണ് എൻ്റെ ആത്മാവ്, ഇതുവരെ അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോഴങ്ങനെയുള്ള ഒരു അവയർനെസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു അവയർനെസ് എന്ന് പറയുന്നത് എന്താണ്, ജീവിതത്തിന്റെ സക്സസിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു എനർജി തന്നെയാണ് എന്ന് കാണുന്നു. നമുക്കിവിടെ ഇവിടെ വന്നിരിക്കുന്നത് ഡോണ്ട് ട്രൈ ടു ഗെറ്റ് ഇൻ യുവർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ട്രൈ ടു ഗെറ്റ് ഇൻ യുവർ വേ, നിങ്ങളുടെ വഴിയെ കൂടി, കണ്ടില്ല ഇവിടെ, നിങ്ങളുടെ വഴിയെ കൂടി അഹംഭാവം പാടില്ല, വഴിയെ കൂടെ പോലും പോകാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. കണ്ടില്ലേ, ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. നിങ്ങൾ എന്തിനെങ്കിലും തുടങ്ങുമ്പോൾ അത് ബ്രേവ് ആകുക, കുറച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് വരാൻ ശ്രമിക്കൂ. അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ വഴിയെ പോലും അഹംഭാവം പാടില്ല, ഞാൻ വലുതാണെന്നുള്ള ഭാവം ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എളിമ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിനയം അല്ലെങ്കിൽ ഒരു എളിമ എപ്പോഴും ഉണ്ടായെങ്കിൽ അത് അവിടെയാണ് ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നത്. അല്ല, ഞാനാണ് വലുത്, എന്നെയൊക്കെ പിന്നെ മറ്റാരുമില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് ദുഃഖിക്കാനുള്ള കാരണം ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം വിനയത്തോടും എളിമയോടും കൂടി പെരുമാറാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ആരുടെയെങ്കിലും മുൻപിൽ വളരെയധികം ദേഷ്യം വന്നു ആരോടെങ്കിലും നമ്മൾ വിരൽ ചൂണ്ടി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ വിരൽ അവരുടെ നേർക്ക് നീണ്ടു കഴിഞ്ഞാൽ ബാക്കി 4 വിരലുകളും നമ്മളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. മനസ്സിലായോ? നമുക്കാണ് അവിടെ പരാജയം വരാൻ പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് നമ്മുടെ 5 വിരലുകളും. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഒന്ന് എളിമ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. മനസ്സിലായി? അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് ചക്രയൊക്കെ ഒന്ന് ആക്റ്റീവ് ആകും, മറ്റ് ചക്രാസും ആക്റ്റീവ് ആകും. അവിടെ നമുക്ക് ഒരു സന്തോഷത്തിലേക്ക്, സക്സസ്സിലേക്ക് ഒക്കെ നീങ്ങാൻ സാധിക്കും. ഹെൽത്ത് വൈസ് ആയാലും വെൽത്ത് വൈസ് ആയാലും നമുക്ക് ഉയർച്ചയെ വരാൻ സാധ്യതയുള്ളൂ. മനസ്സിലായില്ല? അത് ഒരിക്കലും നമ്മൾ ഒരു അധപ്പതനത്തിലേക്ക് പോവുകയില്ല. ഉയർച്ചയാണ് നമുക്ക് വരാൻ പോകുന്നത് ജീവിതത്തിൽ. ഇവിടെ നമുക്ക് അമാവാസി എനർജി അല്ല, അതാണ് ഇത് നോക്കാമെന്ന് പറഞ്ഞത്. നമുക്ക് അതിനടുത്തത്
ഇവിടെ മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്താണ്, ഈ ഒരു സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. അമാവാസി എനർജിയിൽ, അതായത് ന്യൂ മൂൺ വരുമ്പോൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ അത്തരത്തിലുള്ള അധമ വികാരങ്ങളെ നമുക്കൊന്ന് കുറച്ച് കിട്ടും. അഥവാ നമ്മുടെ ഉള്ളിലുള്ള പേടിയെ, ഭയത്തെ, അല്ലെങ്കിൽ മറ്റുള്ള ആകാംക്ഷ, ഫിയർ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞു കിട്ടും. എന്താണ്? ധ്യാനത്തിലൂടെ. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. ഈ ഒരു അവസരത്തിൽ എന്താണ്? സ്നേഹം കൊണ്ടുവരണം. സ്നേഹമില്ലാതെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകാതെ മറ്റ് ചക്രാസ് ആക്റ്റീവ് ആകാൻ ബുദ്ധിമുട്ടാവും. നമ്മുടെ സെൻട്രൽ ചക്രയാണ്, അതായത് മിഡിൽ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത്. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണ് മറ്റുള്ള ചക്രകളും ആക്റ്റീവ് ആകാൻ, അപ്പർ ചക്രാസും ലോവർ ചക്രാസും ആക്റ്റീവ് ആകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് വേണ്ടത്? ആദ്യം നിങ്ങൾ സ്നേഹം കൊണ്ടുവരികയാണ് വേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പോൾ ആ സ്നേഹം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും. അങ്ങനെയാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ സ്നേഹം കൊണ്ടുവരിക. എവിടെയെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അഥവാ അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, അഥവാ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും ഒരു കമ്പനിയിലൊക്കെ ആയാലും, എന്താണ്, നിങ്ങൾ സ്നേഹമില്ലാതെ മറ്റുള്ളവരോട് പെരുമാറിക്കഴിഞ്ഞാൽ എന്താണ്, അവരും അതേ രീതിയിലാണ്, അതേ നാണയത്തിൽ അവർ തിരിച്ചടിക്കും, അല്ലേ? ദേഷ്യപ്പെട്ട് ആരോടും സംസാരിക്കാൻ പാടില്ല. അപ്പൊ അവരും വിചാരിക്കും എന്താണ്, ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറാം, ഇങ്ങനെ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്നേഹമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ടും അത്തരത്തിലുള്ള ഒരു പ്രതികരണം ലഭിക്കും. ഇവിടെ ഇറ്റ് ഈസ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. കണ്ടില്ലേ, ഇപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലെ നെഗറ്റിവിറ്റീസിനെ കളയാനുള്ള സമയമാണ്. ഇമോഷൻസ് ഹൈ ആവുന്ന ഒരു സമയമായിരിക്കും ഇപ്പം. അപ്പോൾ കാരണം അമാവാസി എനർജി ഉണ്ട് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇറ്റ് ഈസ് ടൈം ടു, ഈ ഒരു സമയത്ത് നിങ്ങളിലുള്ള നെഗറ്റിവിറ്റികളെ നിങ്ങൾ റിലീസ് ചെയ്യൂ എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് സംസാരിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം, പോസിറ്റീവ് എനർജിയിലേക്ക് വരാം, മറ്റുള്ളവരോട് നല്ലതായിട്ട് പെരുമാറാം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക. ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരോടുള്ള ദേഷ്യം, കോപം, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. അപ്പോൾ നിങ്ങളുടെ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നവരായിരിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം. ധാരാളമായിട്ട് മണി ഏൺ ചെയ്യണം. അതുപോലെ തന്നെ പോകുന്ന കാര്യത്തിൽ, ജോലിക്കാര്യങ്ങളിലാണെങ്കിൽ പ്രൊമോഷൻ ഉണ്ടാവണം. അതുപോലെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാവണം എന്നൊക്കെയുള്ള വിചാരങ്ങൾ, അല്ലെങ്കിൽ ശമ്പളം കുറച്ചുകൂടി കൂട്ടിക്കിട്ടണം, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവണം പല കാര്യങ്ങളിലും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോൾ എന്താണ്, ഇതൊക്കെ നിങ്ങളുടേതായ സ്വപ്നങ്ങളാവണം. ഈ സ്വപ്നങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടി എന്താണ് വേണ്ടത്? അതിനൊരു പ്രാക്ടിക്കൽ പ്ലാൻ കൂടി അത്യാവശ്യമാണ് എന്നുള്ളതാണ്. പ്രാക്ടിക്കലായിട്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അഥവാ ചിലപ്പോൾ പ്രായോഗികമായ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സാധിക്കുമ്പോൾ നമുക്കിന്ന് പെൻഡുലത്തോടൊന്ന് ചോദിച്ചു നോക്കാവേ. അല്ലേ പെൻഡുലമേ, എൻ്റെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമോ എന്ന് പറഞ്ഞു തരും. യെസ് ഓർ നോ ഓർ പോസിബിളി. യെസ് ഓർ നോ ഓർ പോസിബിളി. എൻ്റെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് എന്ന് കാണിച്ചു തരൂ പ്ലീസ്. നമുക്ക് യെസ് എന്നാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, യെസിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യെസ് എന്നാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും വിചാരിക്കരുത്, ഒട്ടും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.